കേരളത്തിന്റെ ടൂറിസം മേഖല വളർച്ചയുടെ പാതയിലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പാട്ടത്തിന് നൽകുന്നതിലൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ സഞ്ചാരികൾക്കായി ഏർപ്പെടുത്താൻ കഴിയുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കാരവൻ ടൂറിസത്തിന് തടസ്സമുണ്ടാകില്ല എന്നും മന്ത്രിയുടെ ഉറപ്പ്. 2025ഓടെ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് കണക്കുകൂട്ടൽ. കാസർഗോഡ് ജില്ലയിൽ BRDC നടപ്പാക്കുന്ന പദ്ധതികൾ സംസ്ഥാന വ്യാപകമായി നടപ്പിലായാൽ കേരളത്തിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകും. ടൂറിസം വകുപ്പിന്റെ കൈവശമുള്ള ഭൂമി പാട്ടത്തിന് നൽകുന്നതോടെ സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാകും. ടൂറിസം രംഗത്തെ സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. ഗവൺമെൻറ് ഭൂമി ലീസിന് കൊടുത്ത് ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാട് നേരത്തെ തന്നെ LDF സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ ഒരു പ്രദേശമായി നമുക്ക് ബേക്കലിനെ കാണാം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടലായ ഗേറ്റ് വേ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതോടെ ടൂറിസം വ്യവസായത്തിന് പുത്തൻ ഉണർവായി. ബേക്കലിൽ പ്രഖ്യാപിച്ച കാരവൻ ടൂറിസത്തിന്റെ തടസ്സങ്ങൾ നീക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പ്. ഒരു തരത്തിലും കാരവണിൻ്റെ പ്രയാസങ്ങൾ വരില്ല. തുടക്കത്തിൽ ഏതൊരു പുതിയ പ്രൊഡക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കണം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യണം, അതേ ഉള്ളൂ. അത് നമുക്ക് പരിഹരിക്കാം. NH66 യാഥാർത്ഥ്യമാകുന്നതോടെ മലബാറിലെ ടൂറിസം മേഖല വളർന്നു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ടൂറിസം രംഗത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കാനാണ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നീക്കം. 24 കാസർഗോഡ്.